ഈ കരാർ കമ്പനിയുടെ ഓഫീസിലേക്ക് അകത്തേക്ക് കയറുന്നു, കസാരകൾ തല്ലിപ്പൊളിക്കുന്നു. വലിയ പ്രതിഷേധമാണ് ഇവിടെ ഉയരുന്നത്. ഈ ലാബിന്റെ മുൻപിൽ നിന്നുള്ള ഉപരോധം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിലാണ് ഓഫീസ് മുറിയിലേക്ക് പ്രവർത്തകർ ഇപ്പോൾ തള്ളിക്കയറിയിരിക്കുന്നത്. സുജയ, ഇവിടെയുള്ള ചെടിച്ചട്ടികൾ തകർത്തിരിക്കുന്നു, കസാരകൾ അടിച്ചു തകർത്തിരിക്കുന്നു. പോലീസിനെ വലയം ഭേദിച്ച് കമ്പനിയുടെ ഓഫീസിലേക്ക് ഇപ്പോൾ പ്രവർത്തകർ ഇരുന്ന് പോലീസ് ലാത്തി വീശിയിരിക്കുന്നു. പോലീസുമായി ഉന്തും തള്ളും. പോലീസ് ലാത്തി ഉപയോഗിച്ച് ഈ പ്രവർത്തകരെ ഓഫീസിന് പുറത്തേക്ക് ഇറക്കാൻ നോക്കുന്നു. നേരിയ ലാത്തി ചാർജ് ഉണ്ടാകുന്നു. പോലീസുമായിട്ട് ഉന്തും തള്ളും ഉണ്ടാകുന്നു. വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹമില്ല എന്നതൊരു വസ്തുതയാണ്. ഈ രീതിയിലുള്ള പ്രതിഷേധം പോലീസും പ്രതീക്ഷിച്ചില്ല എന്ന് വേണം കരുതാൻ. കാരണം ഒരു പ്രതിഷേധം ധർണ മാത്രമാണെന്നാണ് യൂത്ത് കോൺഗ്രസ് അറിയിച്ചിരുന്നത്. മാർച്ച് അല്ല, ധർണയാണെന്നാണ് അറിയിച്ചത്. അതിനനുസരിച്ചുള്ള പോലീസ് സന്നാഹം മാത്രമേ ഇവിടെയുള്ളൂ. ഒരു പോലീസ് വണ്ടി മാത്രമേ പുറത്തുള്ളൂ. പ്രവർത്തകരാണെങ്കിൽ വലിയ രീതിയിൽ പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്നു. നേരത്തെ ലാബിലേക്കാണ് മാർച്ച് നടത്തിയത്. ഇപ്പോൾ തൊട്ടടുത്തുള്ള കരാർ കമ്പനിയുടെ ഓഫീസിലേക്ക് അകത്തേക്ക് കയറി അവിടെയുള്ള ചെടിച്ചട്ടികളും കസേരകളും തകർത്തിരിക്കുന്നു. പോലീസ് ആ പ്രവർത്തകരെ പുറത്തേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഓഫീസിന്റെ കവാടത്തിൽ അബിൻ വർക്കി ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രസംഗിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. പോലീസുമായി വലിയ വാക്കേറ്റം. പോലീസ് ലാത്തി വീശിയിരിക്കുന്നു, ചെടിച്ചട്ടിയൊക്കെ തന്നെ തകർത്തിരിക്കുന്നു. വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന് ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഈ കരാർ കമ്പനിയായ KNRCL ഓഫീസിലേക്കാണ്. ആന്ധ്രയിൽ നിന്നുള്ള കമ്പനിയാണ്. ഈ കരാർ കമ്പനിയുടെ ആളുകൾ അവിടെ ഉണ്ടോ? അവർക്കിതിൽ എന്താണ് പറയാനുള്ളത്? ഇത്രയധികം പൊളിഞ്ഞിളകി കിടക്കുമ്പോൾ ഈ പ്രതിഷേധക്കാരെ നമുക്ക് എങ്ങനെ കുറ്റം പറയാൻ കഴിയും? വഴി പൊളിഞ്ഞിട്ടല്ലേ? കുറ്റം പറയാൻ കഴിയില്ല. ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാൻ എത്തിയാണ്. പക്ഷേ പോലീസുമായിട്ട് ഉന്തുതള്ളും ഉണ്ടായിരിക്കുന്നു. പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ മാറ്റുകയാണ്. അതാണ് വാക്കേറ്റവും ഉന്തുതള്ളും ഉണ്ടായിരിക്കുന്നത്. പോലീസ് ബലം പ്രയോഗിച്ച് നേതാക്കളൊക്കെ തന്നെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. പോലീസുമായിട്ട് ഉന്തുതള്ളുണ്ടെന്ന് അബിൻ വർക്കിയാണ് ഇപ്പോൾ പോലീസുമായി മുഖാമുഖം നിന്നുകൊണ്ട് പോലീസിനെ തടയുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ട്, മലപ്പുറം ജില്ലയിൽ നിന്നുള്ള പ്രവർത്തകരുണ്ട്. യൂത്ത് കോൺഗ്രസിന് ഉപാധ്യക്ഷൻ അബിൻ വർക്കിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ പോലീസുമായി ഉന്തുതള്ളും ചേരുന്നു. പോലീസ് ഈ ഓഫീസ് പരിസരത്ത് നിന്ന് ഇറങ്ങണമെന്നാണ് പ്രതിഷേധക്കാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ വലിയ വാക്കേറ്റം നടക്കുന്നു. പ്രവർത്തകരാണെങ്കിൽ പോലീസുമായി വാക്കേറ്റം നടത്തുന്നു. കാരണം ഈ യാർഡിൽ നിന്നാണ് നിർമ്മാണ വസ്തുക്കൾ ഈ കരാർ കമ്പനി റോഡ് നിർമ്മാണത്തിന് വേണ്ടി കൊണ്ടുപോകുന്നത്. ഈ ഇവിടുത്തെ ലാബിൽ വെച്ചുകൊണ്ട് പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തിയ ശേഷമാണ് ഈ റോഡ് നിർമ്മാണത്തിന് വേണ്ടി സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. ആ ലാബിലേക്ക് ആദ്യം മാർച്ച് നടത്തുന്നു. ആ ലാബിലേക്ക് തള്ളിക്കയറുന്നു. അതിനുശേഷം ഈ കരാർ കമ്പനിയുടെ ഓഫീസിലേക്ക് നിങ്ങളാരാ നിങ്ങളിവിടെ ഞങ്ങൾ ഈ കോൺട്രാക്ടിംഗ് ഓഫീസിന് മുമ്പിട്ടാണ് സമരം നടത്തണേ. ആ ഉള്ളിൽ തന്നെ സമരം നടത്തും. നിങ്ങൾ എന്ത് സംരക്ഷണം? ഇവിടെ റോഡ് തന്നപ്പോ നിങ്ങൾ എവിടെയായിരുന്നു? റോഡ് തന്നപ്പോ താങ്കൾ എവിടെയായിരുന്നു? ആ റോഡ് തന്നില്ലേ? അത് പരിശോധിക്കുന്നുണ്ട്. സുജ, സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പോലീസ് അബിൻ വർക്കി ഉൾപ്പെടെ ബലം പ്രയോഗിച്ച് തല്ലുന്നു. ലാത്തി ചാർജ് തുടങ്ങിയിരിക്കുന്നു. അതെ സുജ, അതായത് പോലീസ് പറയുന്നു ഞങ്ങൾ ഓഫീസിന് സംരക്ഷണം ഒരുക്കാൻ വേണ്ടി വന്നവരാണ് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ റോഡിന് ആര് സംരക്ഷണം നൽകുമെന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ ചോദിക്കുന്നത് ന്യായമായ ചോദ്യമാണ്. ഇവർ പണിത റോഡാണല്ലോ പൊളിഞ്ഞു പോയിരിക്കുന്നത്. ആ റോഡിന്റെ ഗുണനിലവാരം ആര് പരിശോധിക്കും? ഇപ്പോഴും വാക്കേറ്റം തുടരുകയാണ്. അബിൻ വർക്കിന് ഉൾപ്പെടെ പോലീസ് ബലം പ്രയോഗിച്ച് തള്ളി പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. നേരിയ തോതിൽ പോലീസ് ലാത്തി വീശുകയും ചെയ്തിരിക്കുന്നു. പോലീസുമായി വലിയ വാക്കേറ്റം യൂത്ത് കോൺഗ്രസിന് പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സുജ, വിളികളൊക്കെ ആയിരിക്കുകയാണ് പോലീസും യൂത്ത് കോൺഗ്രസും തമ്മിൽ. തത്സമയ ദൃശ്യങ്ങൾ. സുജ, എടാവാടാ വിളിയൊക്കെയാണ്. തേഞ്ഞിപ്പാല ഇൻസ്പെക്ടറാണ്. അദ്ദേഹം അബിൻ വർക്കിനെ പോടാന്ന് വിളിച്ചു. അതാണ് വീണ്ടും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. എടാവാടാ വിളികളുമായി യൂത്ത് കോൺഗ്രസും പോലീസും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം ഉണ്ടാകുന്നു. പോലീസ് ഫോഴ്സ് കുറവാണ് സത്യത്തിൽ. അതായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അത്ര തന്നെ എണ്ണമേ പോലീസുകാരും ഉള്ളൂ. കൂടുതൽ പോലീസ് സേനയില്ല. ഒരു പോലീസ് വണ്ടി, 2 പോലീസ് വണ്ടി മാത്രമാണ് പുറത്തുള്ളത്. പോലീസുകാർ ഈ പ്രവർത്തകർ തള്ളി പുറത്തോട്ടാക്കാൻ നോക്കുന്നു. പക്ഷേ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പുറത്തോട്ട് പോകാൻ തയ്യാറാകുന്നില്ല. അവർ പ്രതിഷേധമായി നിൽക്കുന്നു. പോലീസുമായി വലിയ വാക്കേറ്റമാണ് നടത്തുന്നത്. ഇവിടെയുള്ള കസേരകൾ തകർത്തിരിക്കുന്നു, ചെടിച്ചട്ടികൾ തകർത്തിരിക്കുന്നു. 1 ഇഞ്ച് പുറകോട്ട് പോകാൻ സമരക്കാർ തയ്യാറല്ല. കാരണം ഈ കരാർ കമ്പനി നിർമ്മിച്ച റോഡാണ് തകർന്നിരിക്കുന്നത്.